ശ്രീ റോണി കെ ബേബി. ഇപ്പോൾ BJP ഇതര സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ആ സർക്കാരുകൾക്കെതിരെ ഏറ്റവും വലിയ ചട്ടുകമായി ആയുധമാക്കി മോദി സർക്കാർ മുൻകാലത്തേക്കാൾ അധികം, പണ്ടുകാലങ്ങളിലും അതുണ്ടായിരുന്നു, അതിനേക്കാളുമൊക്കെ അപ്പുറം പുതിയ കാലത്തിനനുസരിച്ച് പല രൂപത്തിൽ ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ നമ്മൾ താരതമ്യം ചെയ്താൽ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ഗവർണർ കഴിഞ്ഞ വർഷം ഏതാണ്ട് 1 മിനിറ്റ് പരമാവധി എടുത്തിട്ടാണ് മാത്രമേ എടുത്തുള്ളൂ അന്ന് നയപ്രഖ്യാപനം പൂർത്തിയാക്കാൻ. അതായത് ഏതാണ്ട് 60-ൽ പരം പേജുള്ള നയപ്രഖ്യാപനത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫും അവസാനത്തെ പാരഗ്രാഫും മാത്രം വായിച്ച് നിമിഷ നേരം കൊണ്ട് സഭ വിട്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇത്തവണ ഇവിടേക്ക് വരുമ്പോൾ 1 മിനിറ്റ് 51 സെക്കൻഡ് എത്തുന്ന ആ നയപ്രഖ്യാപനം ഗവർണർ വായിക്കുന്നു. മുമ്പ് പറഞ്ഞ പോലെ ഗവർണർമാരെ ചട്ടുകമാക്കുന്ന ഒരു രാജ്യത്ത് ആ മോദി സർക്കാർ, കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തെ എങ്ങനെ സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കുന്നു, ബുദ്ധിമുട്ടിക്കുന്നു എന്ന് അതേ ഗവർണറെ കൊണ്ട് തന്നെ അവതരിപ്പിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായി കാണേണ്ടത് തന്നെയാണ്. എന്നാൽ അതിൽ ചില വിട്ടുകളയൽ അതിനിടയിലും അദ്ദേഹം നടത്തി. അതിനെ അപ്പോൾ തന്നെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി തിരുത്തുന്നു. സ്പീക്കർ അത് ശരിവെച്ചുകൊണ്ട് റൂളിംഗ് നൽകുന്നു. മന്ത്രിസഭ അംഗീകരിച്ച ആ നയപ്രഖ്യാപന രേഖ അങ്ങനെ സഭാരേഖയായി മാറുന്നു, നയപ്രഖ്യാപനമായി മാറുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടല്ലേ. കാരണം നമ്മുടെ നിയമസഭ രാജ്യത്തെ നിരവധിയായ വിഷയങ്ങളിൽ ഈ സമീപകാലത്ത് ഏറ്റവും ശക്തമായി, ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി എടുക്കാം, SIR എടുക്കാം, ഇതിലൊക്കെ രാജ്യത്തിൻ്റെ അപകടകരമായ പോക്കിനെ ചൂണ്ടിക്കാട്ടി പ്രമേയം പാസ്സാക്കി രാജ്യത്തിന് മാതൃകയായിട്ടുള്ള നിയമസഭയാണ്. അപ്പോൾ ആ നിയമസഭയിൽ ഇതുപോലെ ഗവർണർ ഏറ്റവും അധികം രാഷ്ട്രീയം കളിക്കുന്ന കാലത്ത് അതേ ഗവർണറെ കൊണ്ട് ഇത് പറയിക്കുന്നു, വിട്ടുകളയുന്നതിനെ ചൂണ്ടിക്കാട്ടി തിരുത്തുന്നു. തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ നോക്കൂ, കഴിഞ്ഞ തവണയും ഇതുപോലെ അവിടുത്തെ ഗവർണർ രവി 3 ഭാഗങ്ങൾ വിട്ടുകളഞ്ഞു. ഇത്തവണ ഒന്നും വായിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന നിലയുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഗവർണർമാരുടെ സമീപനം, കേന്ദ്ര രീതി. അതിനിടയിൽ കേരളത്തിനകത്ത് ഈ രീതിയിൽ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് ആ നിലയിൽ ഒരു സംസ്ഥാനം ഇടപെടുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമാണ്. ഗവർണറുടെ ആ രീതിയെ ഇന്ന് പ്രതിപക്ഷവും വിമർശിച്ചിട്ടുണ്ട്. ഞാൻ അതുകൂടി വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ശ്രീ റോണി, ഇന്ന് കേരള നിയമസഭയിലെ മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം, ആ പ്രമേയം, അതിന്റെ ചില ഭാഗങ്ങൾ ഗവർണർ വിട്ടുകളഞ്ഞ നടപടിയിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് ഭരണഘടനാപരമായിട്ട് ഗവർണർ ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്തത്തിൽ നിന്നും അദ്ദേഹം ബോധപൂർവം വിട്ടുനിന്നതാണ്. ഭരണഘടനയുടെ 175, 176 അനുച്ഛേദങ്ങൾ പ്രകാരം മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അത് പൂർണ്ണമായും വായിക്കുവാൻ, അത് അംഗീകരിക്കുവാൻ, വായിച്ചാലും വായിച്ചില്ലെങ്കിലും അത് അംഗീകരിക്കുവാൻ ഗവർണർ ബാധ്യസ്ഥനാണ്. ഏതെങ്കിലും ഭാഗം ഗവർണർ ബോധപൂർവം വിട്ടുപോവുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ പോലും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗമാണ്, അല്ല പ്രമേയമാണ് നിയമപരമായി നിലനിൽക്കുന്നത്, നിയമസഭയിൽ നിലനിൽക്കുന്നത്. ഞങ്ങൾ അതിനെ ശക്തമായി, ആ ഭരണഘടനാപരമായിട്ടുള്ള ആ ഉത്തരവാദിത്വത്തെ അതിനെ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. അതില് ഇനി നമ്മൾ ഈ വിഷയത്തിന്റെ മെരിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഇൻട്രോയിൽ എന്നോട് ചോദിച്ചപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്, പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട്, ബംഗാൾ ഉൾപ്പെടെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളില് അവിടെ ഗവർണർമാരെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ചട്ടുകളുമായി ഉപയോഗിക്കുകയാണ്. പക്ഷെ അവിടെയൊക്കെ സംസ്ഥാന സർക്കാരുകൾ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്, അചഞ്ചലമായിട്ടുള്ള നിലപാട്. അല്ല, അതല്ലേ ഇന്ന് ഇവിടെ കണ്ടത്. ഗവർണർ പ്രസംഗിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി എഴുന്നേറ്റ് വിട്ടുപോയ ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടി അത് സഭയിൽ വായിക്കുകയാണ്. ഇതടക്കം മന്ത്രിസഭ പാസാക്കിയ, തീരുമാനിച്ച് അംഗീകരിച്ചതാണ് സഭ അംഗീകരിക്കേണ്ടതെന്ന് പറയുന്നതിൽ പരം എന്താണ് വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ നിലപാട്? അതിനല്ലേ തമിഴ്നാട് നിയമസഭയിലും കണ്ടത്. ഗവർണർ ആ നിലപാട് സ്വീകരിച്ചപ്പോൾ അവിടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ സമാനമായ രീതിയിൽ അതിനോട് വിയോജിച്ചുകൊണ്ട് തന്നെ നിയമസഭയുടെ അധികാരങ്ങൾ പ്രയോഗിച്ചു. അങ്ങനെയല്ലേ ഇവിടെയും സംഭവിച്ചു. അങ്ങനെ അതല്ലേ വേണ്ടത്. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം അതിനെ പിന്തുണച്ചു. ഇല്ലെങ്കിൽ എന്താവും പറയുക? നിങ്ങൾ സർക്കാരിനല്ലേ ഏറ്റവും അധികം ആക്ഷേപിക്കുക, സർക്കാരിനെ അതിൻ്റെ പേരിൽ വിമർശിക്കാൻ ഒരു അവസരവും നിങ്ങൾക്കുണ്ടായില്ലല്ലോ. ഇല്ല, കാരണം ഞങ്ങളുടെ ബാധ്യത ഭരണഘടനയോടാണ്, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഭരണഘടനയോടാണ്. ഭരണഘടനയ്ക്ക് എവിടെ ഒരു വീഴ്ച വന്നാലും. പക്ഷെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറയുക, ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ നിലപാടിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ മുൻപും ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ട് വലിയ പോര് നടന്നിട്ടുണ്ട്, വലിയ യുദ്ധം നടന്നിട്ടുണ്ട്, വലിയ പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ CPM ഉൾപ്പെടുന്ന പ്രതിപക്ഷം ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. കോൺഗ്രസ്, എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഞങ്ങളെ പിന്തുണയ്ക്കാത്തത്? അല്ലെങ്കിൽ ഗവർണറുമായി ബന്ധപ്പെട്ട്
വൈസ് ചാൻസലർ നിയമനം ഉൾപ്പെടെ മനസ്സിലായത് കേരള ഒരു വലിയ ഒരു ഫയൽ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നുന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം അക്കാര്യത്തിൽ ഗവർണറെ വിമർശിച്ച് മുഖ്യമന്ത്രി എടുത്ത ആ സ്റ്റെപ്പിനെ കുറിച്ച് നടപടിയെക്കുറിച്ച് വിമർശിക്കാൻ അതിനുശേഷം പ്രതിപക്ഷ കക്ഷി നേതാക്കൾ വാർത്താസമ്മേളനം നടത്തുന്നത് കണ്ടു. അതിൽ ഗവർണറുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞിട്ടും താങ്കൾ എവിടെയോ മുഖ്യമന്ത്രിയുടെ തുടർന്ന് സഭയിലെടുത്ത ആ സമീപനത്തെ എവിടെയോ ഒരു സംശയത്തിൻ്റെ എവിടെയോ ഒരു പോരായ്മ പറയാനുള്ളൊരു വ്യഗ്രതയാണ് കാണുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്പെസിഫിക് ആയിട്ട് അവതരിപ്പിക്കാൻ കഴിയണം. എന്താണ് മുഖ്യമന്ത്രി ഇന്ന് ചെയ്തതിൽ താങ്കൾക്ക് കാണുന്ന ഒരു പോരായ്മ, അസംതൃപ്തി എന്താണ്? വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചതാണ്. നമ്മള് ഇന്നത്തെ ഒരു സംഭവം മാത്രം അല്ല, ഇന്നത്തെ പ്രധാനമാണ്, ഇന്നത്തെ ആണല്ലോ ചർച്ച ചെയ്യുന്നത്. ആ നിലപാടില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ശക്തമായിട്ട് അതിനെ വിമർശിച്ചത്, ഗവൺമെന്റിനെ ഞങ്ങൾ പിന്തുണച്ചത്. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഈ ജനുവരി മാസം 20-ാം തീയതി ഇന്ന് നിയമസഭയിൽ നടന്ന സംഭവ വികാസങ്ങളിൽ ഞങ്ങൾ കൃത്യമായി ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട്, ഗവൺമെന്റിനെ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്ന പോരാട്ടവുമായി ഇതിനെ താരതമ്യപ്പെടുത്തരുത്. അല്ലെ, മുഖ്യമന്ത്രിയുടെ ഈ പോരാട്ടം ഇന്ന് തമിഴ്നാട്ടിൽ സംഭവിച്ചതും കേരളത്തിൽ സംഭവിച്ച ഒരേ കാര്യമല്ലേ? അവിടെയും ഗവർണർ നിയമസഭയുടെ ഒരു പൊതുവികാരത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു. കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നീട് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നു. ഇവിടെ ലോക് ഭവനും അതുതന്നെ ചെയ്തു. പക്ഷേ സഭയിൽ സർക്കാരുകൾ വഴങ്ങിയില്ല. സ്റ്റാലിനും വഴങ്ങിയില്ല, പിണറായി വിജയനും വഴങ്ങിയില്ല. രണ്ടുപേരും ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്തുകൊണ്ട് തന്നെ ആ സർക്കാരുകളുടെ തീരുമാനങ്ങളെ നയപ്രഖ്യാപന രേഖയായി സഭയിൽ അവതരിപ്പിച്ച് അംഗീകരിച്ചെടുക്കുകയല്ലേ ചെയ്തത്? പറയുന്ന പോയിന്റ് എന്നെ ഒന്ന് പറഞ്ഞു പൂർത്തീകരിക്കാൻ ഞാൻ പറയാം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ നിലപാട്. ഞാൻ പറഞ്ഞ ഇന്നത്തെ നിലപാട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇതിന്റെ അകത്ത് ഒരു ആത്മാർത്ഥത ഇല്ലായ്മ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ മാസമാണല്ലോ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട നിയമനത്തില് പൂർണ്ണമായും മുഖ്യമന്ത്രിക്ക് അനുകൂലമായിരുന്നു സുപ്രീം കോടതിയിൽ അതുവരെ ഉണ്ടായിരുന്ന പ്രൊസീഡിങ്സ്. സുപ്രീം കോടതി കൃത്യമായി തന്നെ പറഞ്ഞു, സെർച്ച് കമ്മിറ്റി കണ്ടെത്തുന്ന മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ആളെ അപ്പോയിന്റ് ഗവർണർ നിർബന്ധമായി അപ്പോയിന്റ് ചെയ്യണം. അങ്ങനെ പൂർണ്ണമായും നമ്മുടെ കയ്യിലായിരുന്നു ആ ബോള്. അല്ല, മുഖ്യമന്ത്രിയുടെ സമവായം ആവശ്യപ്പെട്ടതാരാ? സമവായം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചതാരാണ്? അതിനുവേണ്ടി ചർച്ച നടത്തണമെന്ന് പറഞ്ഞതാരാണ്? ആ സമവായ ചർച്ചകൾ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിശദമായി പറഞ്ഞില്ലേ, അദ്ദേഹത്തെ പിന്നീട് അവസാനം കേരള സർക്കാർ ഇൻട്രപ്റ്റ് ചെയ്യുന്നത്, സോറി കേട്ടോ, അതിനുശേഷം കേരളത്തിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനെ സമവായം സാധ്യമല്ല, സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണമുള്ള സമവായത്തിന് ഗവർണർ വഴങ്ങുന്നില്ല എന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിക്കാൻ ചുമതലപ്പെട്ട അഭിഭാഷകനെ അറിയിച്ചതിന് ശേഷം ആണ് പിറ്റേന്ന് രാവിലെ ഗവർണർ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിക്കുന്നു. അതിൻ്റെ സമവായത്തിന് സന്നദ്ധമായ ഒരു നിലപാട് ഗവർണർ സ്വീകരിക്കുന്നു. അതിനുശേഷം സംസാരിക്കുന്നു. മുഖ്യമന്ത്രി അവിടേക്ക് പോകുന്നു, സംസാരിക്കുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ് റോണി, ഇത് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ്, കേരള നിലപാട് സർക്കാരിന് കോടതി അറിയിക്കാനായി അഭിഭാഷകനെ അറിയിച്ചു കഴിഞ്ഞു, എങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോകുന്നത്. അതിനുശേഷമാണ് കോടതിയിൽ അക്കാര്യം പറഞ്ഞത്. ആ സമവായം എന്ന നിർദ്ദേശത്തിലേക്കാണ് കോടതി ഫോക്കസ് ചെയ്തത്. ആ സമവായത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനാണ് ഇതല്ലേ ഇതിൻ്റെ ഫാക്റ്റ്, അതല്ലേ വസ്തുത, ഇതല്ലേ? എന്തുകൊണ്ട് ഡിസംബർ മാസത്തിൽ ചേർന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഇക്കാര്യം ബോധ്യപ്പെട്ടില്ല? സുപ്രീം കോടതി വാർത്തകൾ ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോളട്ടെ. ഒരു മുഖ്യമന്ത്രി ഗവർണറും തമ്മിൽ ഒരു ഫോൺ കോളിൽ തീരുന്ന വിഷയമാണോ ഇത്? അല്ല, മുഖ്യമന്ത്രി ഗവർണറും തമ്മിൽ സംസാരിച്ച സമവായത്തിൽ തീരുന്ന വിഷയമാണോ ഇത്? അതിനപ്പുറത്തേക്ക് റോണിയുടെ പ്രശ്നം എന്താണെന്നറിയോ, ഇതിനകത്ത് ഇടപെട്ടത് സുപ്രീം കോടതിയാണെന്നേ. സുപ്രീം കോടതിയിലേക്ക് പോയത് ഗവർണറാണ്. അവിടെ ശക്തമായി ഗവർണറെ വിമർശിച്ചത് സുപ്രീം കോടതിയാണ്. അത് കഴിഞ്ഞ് മുമ്പ് പറഞ്ഞ പ്രൊസീഡിങ്സ് മുന്നോട്ട് വെച്ചതും വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയെ വെച്ചതും സുപ്രീം കോടതിയാണ്. അങ്ങനെ കോടതി നടപടികളിലാണ് കോടതി പറയുന്നത് സമവായത്തിലൂടെ പ്രശ്നം തീർക്കണം, ഞങ്ങൾ സ്ഥിരമായി VC നിയമിക്കാൻ പോകുന്നു എന്ന് സുപ്രീം കോടതിയാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഫാക്റ്റ്, അങ്ങനെയാണ് ഇഷ്യൂ ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഘട്ടത്തിലുണ്ടായ കാര്യങ്ങളാണ് റോണി. ഞാൻ ഒരു കാര്യവും ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടല്ല പറഞ്ഞത്, സുപ്രീം കോടതി നടന്ന നടപടികളെ കുറിച്ചാണ് പറഞ്ഞത്. ഈ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ ഫൈനൽ ഡിസിഷൻ ഉൾപ്പെടെ പൂർണ്ണമായും നമുക്ക് അനുകൂലമാകുവാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനു നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു? ഇവിടെ കേന്ദ്ര വിരുദ്ധ പോരാട്ടം, സംഘപരിവാർ വിരുദ്ധ പോരാട്ടം, RSSന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടം, നമ്മളങ്ങനെ ഒരു വിശാല ക്യാൻവാസിൽ കാണുക. അല്ലാതെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചായ കുടിച്ചോ ഫോൺ കോൾ നടത്തിയോ റോണി, അത് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ വെർഷനാണ്. ഞാൻ MLA ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇത് കേട്ടിരിക്കുമ്പോൾ പറയാനുള്ളത് അല്ല, ഇതിന്റെ അകത്ത് നമ്മുടെ മുമ്പിൽ സുപ്രീം കോടതിയുടെ കൃത്യമായിട്ട് നടത്തിയ ഒരു ഒബ്സർവേഷൻ ബില്ലുണ്ട്. സുപ്രീം കോടതി ആ വിഷയത്തിൽ നടത്തിയ ഒബ്സർവേഷൻ അതിന്റെ പ്രൊസീഡിങ്സ് എന്താണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്.
ഒബ്സർവേഷൻ മാത്രമല്ല, ഡയറക്ഷൻ തന്നെ ചെയ്യുന്ന വന്നേ. റോണി, അതിൽ ഡയറക്ഷൻ തന്നെ വന്നു. ആ ഡയറക്ഷന്റെ അന്തിമ ഭാഗത്തെ വിട്ടുകളഞ്ഞിട്ട് ആണ് റോണി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നത്തെ ഭാഗമല്ലാത്തതുകൊണ്ട് അതിൽ കൂടുതൽ സമയം കളയേണ്ടാത്തതുകൊണ്ടും കാണുന്ന പ്രേക്ഷകർക്ക് അതേക്കുറിച്ച് വാർത്തകളിൽ ധാരണയുള്ളതുകൊണ്ട് നമുക്ക് തൽക്കാലം വിടാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവട്ടെ. ഞാൻ എം എൽ എ കൂടി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സുപ്രീം കോടതി വിധിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നു? നിങ്ങൾ എന്തിന് അഡ്ജസ്റ്റ്മെന്റിന് പോയി? അവിടെയാണ് നിങ്ങളുടെ വിഷയം. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എനിക്ക് ഈ വിഷയത്തിൽ റോണിയെ പഠിപ്പിക്കാൻ കഴിയില്ല. റോണി ഒരു അധ്യാപകനാണ്. പല വിഷയങ്ങളിലും ഇതുപോലെ തർക്കം രൂക്ഷമായി നിർത്തും. പെട്ടെന്ന് ഒരു അണ്ടർസ്റ്റാൻഡിംഗ്. സുപ്രീം കോടതിയുടെ ദുലിയ കമ്മിറ്റി വരുന്നു. കമ്മിറ്റിയിൽ സമവായത്തിന്റെ പശ്ചാത്തലം ഉണ്ടാകുന്നില്ല. മുഖ്യമന്ത്രി ലിസ്റ്റ് കൊടുക്കുന്നു. അതിൽ ഓരോന്നിനും ഓരോരുത്തരെ എന്തുകൊണ്ട് എന്ന കാര്യകാരണ സഹിതം മുഖ്യമന്ത്രിയുടെ ലിസ്റ്റ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. കോടതി സമവായത്തിൻ്റെ ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അതിന് ഗവർണർ വഴങ്ങാത്ത സാഹചര്യം വന്നു. അപ്പോൾ കോടതി പറഞ്ഞത് കോടതി ഇതാ നിയമിക്കാൻ പോകുന്നു. ആ കമ്മിറ്റിയോട് ചോദിച്ചിട്ട് സുപ്രീം കോടതി സ്വമേധയാ തീരുമാനിക്കുന്നൊരു നില വരുന്നു എന്ന് വന്നപ്പോഴാണ് സമവായത്തിന് ഗവർണർ വഴങ്ങിയത്. അത് സുപ്രീം കോടതിയുടെ ഡയറക്ഷനാണ്. അങ്ങനെ വഴങ്ങുന്നു എന്ന് വന്നാൽ സംസ്ഥാന സർക്കാർ മുഖം തിരിഞ്ഞ് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഗവർണറെ കേട്ടു. അതിനുശേഷം ആ സമവായത്തിൻ്റെയും പശ്ചാത്തലത്തിൽ എടുത്ത തീരുമാനങ്ങൾ അറിയിച്ചു. സുപ്രീം കോടതി അംഗീകരിച്ചു. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഒന്നും അംഗീകരിക്കാൻ കഴിയാത്ത വെറും രാഷ്ട്രീയം മാത്രമാണ് നിങ്ങളുടെ പ്രശ്നം. ശ്രീ പ്രേംകുമാർ, ഇതടക്കം അംഗീകരിച്ചിട്ടില്ല. CPM പോലും അംഗീകരിച്ചിട്ടില്ല.